നമ്മുടെ ചന്ദ്രമതി ഒരുപാട് പെടാപ്പാടുകളൊക്കെ പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പെടാപ്പാടുകളൊക്കെ പെടുന്നത്? മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ പ്രായം കുറയ്ക്കണം, ഡാൻസ് പഠിക്കണം, യോഗ ചെയ്യണം, എന്തൊക്കെയാണ് ദൈവമേ. നമ്മുടെ ശ്രുതിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നേതൃത്വം വഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ വർഷയാണ് കാണിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വർഷ വരുമ്പോൾ നമ്മുടെ വർഷയുടെ വണ്ടി കംപ്ലൈൻ്റ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ വണ്ടി ഒരു മെക്കാനിക്കിനെ ഏർപ്പാടാക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് വർഷ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവിടെ എത്തുകയാണ്. അതിനുശേഷം ശ്രീകാന്ത് പറയുകയാണ്, വണ്ടി കേടായപ്പോൾ വിളിക്കാൻ വേറെ ആരെയും വിളിക്കാതെ എന്നെ തന്നെ വിളിച്ചത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയാണ്, എനിക്ക് ആകെയുള്ളൊരു ഫ്രണ്ട് താനല്ലേ, അതുകൊണ്ടാണ് വിളിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അതെന്താ പക്ഷേ തനിക്ക് വേറെ ആരും ഫ്രണ്ടായിട്ടില്ലേ, അതെന്താ അങ്ങനെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വർഷ പറയാണ്, എനിക്കൊത്തിരി ഫ്രണ്ട്സൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, എൻ്റെ ഒപ്പം പഠിച്ചവരും അങ്ങനെയൊക്കെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അവരാരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് വേണ്ടിയിട്ട് സമയം പാഴിക്കളയാനില്ല. എനിക്ക് ജോബാണ് മുഖ്യം. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ എപ്പോഴും ചാറ്റ് ചെയ്യുകയും കോൾ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് പരിഭവമായി പിണക്കമായി അങ്ങനെയൊക്കെ ആവും. അപ്പോൾ പിന്നെ അതിനായിട്ട് എനിക്ക് സമയമില്ല, എനിക്ക് എൻ്റെ ജോലി തന്നെയാണ് മുഖ്യം, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ പകുതി പേരും പറയുന്നത്, പകുതിയല്ല എല്ലാവരും പറയുന്നതും ഞാനൊരു അഹങ്കാരിയാണെന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അപ്പോൾ താന് എന്നെ വിളിക്കുന്നതോ, അപ്പോൾ അതിന് തനിക്ക് സമയം കണ്ടെത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയണം, അതിന് ശ്രീകാന്ത് എൻ്റെ വെറും ഒരു ഫ്രണ്ട് അല്ലല്ലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ വർഷയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരുന്ന ഫുഡിനോടാണോ താല്പര്യം, അതുകൊണ്ടാണോ എന്നോട് ഇത്രയും വലിയ കാര്യം? അപ്പോൾ ഉടനെ വർഷ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡാണ് എനിക്ക് പ്രിയപ്പെട്ടതെങ്കിൽ ഞാനത് ഓർഡർ ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്നാൽ പോരെ, എനിക്ക് എവിടെ ഇരുന്നാലും ഫുഡ് ഓർഡർ ചെയ്താൽ അടുത്തെത്തുമല്ലോ. പക്ഷേ ഞാൻ എന്തിനാണ് കൂടെ അങ്ങോട്ട് വരുന്നതെന്ന് അറിയാമോ, ശ്രീയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറയണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? അതങ്ങനെയാ, ശ്രീകാന്ത് എൻ്റെ സ്പെഷ്യൽ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഇങ്ങനെ സംസാരിച്ച് നിന്ന് സമയം വേസ്റ്റാക്കി കളയാൻ പറ്റില്ല. താൻ വാ, സ്റ്റുഡിയോയിൽ പോകാൻ താമസിച്ചു എന്നല്ലേ പറഞ്ഞത്? എനിക്ക് ശ്രീകാന്തിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് സമയം പോകുന്നത് അറിയേയില്ല. എനിക്ക് മറ്റാരുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷവും സമാധാനവും ഒരു സുഖമൊക്കെ ശ്രീകാന്തിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ സമയം വേസ്റ്റായി പോകുമെന്ന് പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? ഞാൻ തൻ്റെ ഒരു ഫ്രണ്ടല്ലേ, ഫ്രണ്ടിനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നേണ്ട കാര്യം എന്താ? അപ്പോൾ വർഷ പറയുകയാണ്, അത് താൻ എൻ്റെ വെറും ഒരു ഫ്രണ്ടല്ല, സ്പെഷ്യൽ ഫ്രണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണം, ഓ അങ്ങനെയോ, എങ്കിൽ കയറ്, തന്നെ ഞാൻ സ്റ്റുഡിയോയിൽ കൊണ്ടുവിട്ടിട്ട് എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം. റെസ്റ്റോറൻറ്റിൽ താമസിച്ച കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, എന്നാലും വാ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ വർഷ നമ്മുടെ മെക്കാനിക്കിനോട് പറയുകയാണ്, വണ്ടി റെഡിയാക്കി വെച്ചിരുന്നാൽ മതി, ഞാൻ വൈകിട്ട് വന്നിട്ട് എടുത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ വണ്ടിയിൽ കയറിയിട്ട് നമ്മുടെ വർഷ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വർഷയോട് ചോദിക്കുകയാണ്, ഇനി വൈകുന്നേരത്ത് തന്നെ കൊണ്ടുവിടണ്ടേ? അപ്പോൾ വർഷ പറയാണ്, പിന്നില്ലാതെ തീർച്ചയായും കൊണ്ടുവിട്ടേ പറ്റൂ. വൈകിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ശ്രീയെ വിളിക്കാം, അപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി തന്നാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോവാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ വർഷയാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ബാക്കിൽ. അപ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും അതേ സമയത്ത് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പോവാനായിട്ട് കാറിൽ കയറാനായിട്ട് തുടങ്ങുമ്പോൾ കാണുകയാണ്, അവർ ആ കാഴ്ച കാണുകയാണ്. നമ്മുടെ ശ്രീകാന്തിൻ്റെ ബാക്കിൽ ശ്രീകാന്തിനെ ഇങ്ങനെ മുറുകെ പിടിച്ച് നമ്മുടെ വർഷ ഇരുന്ന് ഇങ്ങനെ പോകുന്നൊരു കാഴ്ച. അത് കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വർഷയുടെ അമ്മയുടെ നിയന്ത്രണം വിടുകയാണ്. വർഷയുടെ അമ്മ പറയുന്നത്, നോക്ക്, നിങ്ങളുടെ മോള് കണ്ടില്ലേ നിങ്ങളുടെ മോള് പോകുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞത്? എൻ്റെ മോളാണ്, അവൾ ഒരിക്കലും ഒരു കുഴിയെ ചാടില്ല, അവൾ ഒരു തെറ്റും ചെയ്യില്ല, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? കണ്ടില്ലേ, ഏതോ ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് അവൾ പോകുന്നത് കണ്ടില്ലേ? അവളുടെ കൈ കണ്ടില്ലേ വച്ചിരിക്കുന്നത് അവൻ്റെ ചുമലിൽ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ വർഷയുടെ അച്ഛൻ പറയുകയാണ്, അത് ശരിയാണ്, പക്ഷേ എന്ന് കരുതിയിട്ട് അവൾ ഇന്ന് വീട്ടിൽ വരട്ടെ, നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മുടെ അമ്മ പറയുകയാണ്, വർഷയുടെ അമ്മ മഹിമ പറയുകയാണ്, പറ്റില്ല, ഇപ്പം തന്നെ അത് ചോദിച്ചേ പറ്റൂ.
നോക്കിയാണ് ഇതല്ലേ പെണ്ണിൻ്റെ പോക്ക്. നേരം വിളിക്കുന്നതിന് മുമ്പ് അവൾ സ്റ്റുഡിയോയിലെന്നും പറഞ്ഞ് പോകുന്നൊരു പോക്കാണ്. കണ്ണി കണ്ടോന്മാരുടെ കറങ്ങി നടക്കാനാണോ ഇവളിങ്ങനെ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർഷയുടെ ഡാഡി പറയാണ്, നീ ഒന്ന് സമാധാനപ്പെടും മഹിമേ, ആരെങ്കിലും ശ്രദ്ധിക്കും. ആര് ശ്രദ്ധിച്ചാൽ എന്താ, ഏട്ടൻ വേഗം വേഗം വണ്ടി എടുക്ക്, നമുക്ക് അവളുടെ പിന്നാലെ പോവാം, സ്റ്റുഡിയോയിൽ തന്നെ പോവാം. സ്റ്റുഡിയോയിൽ അവളെ എത്തിയോന്ന് അറിയണ്ടേ. അപ്പോൾ ഉടനെ നമ്മുടെ വർഷയുടെ ഡാഡി പറയാണ്, അത് വേണോ, സ്റ്റുഡിയോയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അത് അവൾക്കത്ര ഇഷ്ടപ്പെടത്തില്ല, അവൾ എന്ത് വിചാരിക്കും. അപ്പോൾ ഉടനെ വർഷയുടെ അമ്മ പറയാണ്, രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കാതെ അവൾ പോകുന്നത് നോക്ക്. ഇതിപ്പോൾ അവളുടെ സ്കൂട്ടി അവൾ എവിടെയോ വെച്ചിട്ട് കണ്ടവൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ച് കറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ ഈ പെണ്ണിനെ വിട്ടാൽ പറ്റില്ലല്ലോ. വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു മാറി പോകുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കും. എന്തായാലും പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്തായാലും ഏട്ടൻ വാ, നമുക്ക് അവളുടെ സ്റ്റുഡിയോ വരെ പോയിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ ഉടനെ വർഷയുടെ അച്ഛൻ പറയാണ്, നമ്മൾ എന്തെന്നും പറഞ്ഞാൽ നേരെ സ്റ്റുഡിയോയിലേക്ക് ഇടിച്ച് കയറി ചെല്ലുന്നത്, നമ്മളങ്ങനെ സാധാരണ സ്റ്റുഡിയോയിലേക്കൊന്നും പോവാറില്ലല്ലോ. അപ്പോൾ വർഷയുടെ അമ്മ പറയാണ്, അവൾ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതല്ലേ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി എന്തെങ്കിലും അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് പോവാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വർഷയുടെ ഡാഡി പറയണേ, അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ വർഷയാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന സ്റ്റുഡിയോയിലാണ് നമ്മുടെ വർഷ ഡബ് ചെയ്യുകയാണ്. ഡബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു നായിക എന്ന് പറയുന്നത് ഒരു നാട്ടിൻപുറത്തെ ഒരു സാധാരണ പെൺകുട്ടി, അച്ഛനെയും അമ്മയും അനുസരിച്ച് മാത്രം വളരുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് നായികൻ വന്നിട്ട് ഐ ലവ് യു പറയുകയാണ്, വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലെ പെൺകുട്ടി പറയുകയാണ്, ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്, എനിക്കതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയവരാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ. എൻ്റെ അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ അച്ഛനും അമ്മയും പറയുന്ന ആളിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ വർഷ ഇങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, എന്നിട്ട് അവിടെ വന്നിട്ട് അവിടെ അങ്ങോട്ട് നിൽക്കുമ്പോൾ റിക്കോർഡർ പറയുകയാണ്, അവിടെ നിൽക്കി, ഇപ്പം വരും, വർഷം ഇപ്പോൾ ഇത് കഴിയും എന്നിങ്ങനെ പറയുമ്പോൾ അവർ ഡബ് ചെയ്യുന്നത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അവർ പറയുകയാണ്, മോള് ഡബ് ചെയ്യുന്നത് ഇതുവരെയും കേൾക്കാൻ പറ്റിയിട്ടില്ല, ഞങ്ങളിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരതും കേട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ വർഷ ഡബിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വർഷ പറയുകയാണ്, എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഒരുപാട് കരുതലോടു കൂടിയാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. ഇപ്പോഴും അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്ന് എനിക്കറിയാമോ, അമ്മയ്ക്ക് സ്നേഹമാണെന്ന് നിങ്ങൾക്കറിയാമോ. എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഈ ലോകത്ത് മറ്റാരും. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ, എൻ്റെ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷ തകർക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അവർ എന്താണ് പറയുന്നത്, പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്ന കണക്ക് നമ്മുടെ വർഷയുടെ അമ്മ അങ്ങ് കൂളാവുകയാണ്. അമ്മയും അച്ഛനും കൂടി പരസ്പരം അവരിങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കാണ് അവർ കട്ട് പറയുകയാണ്. അപ്പോൾ അതായത് റെക്കോർഡിങ് അവിടെ തീരുകയാണ്. അപ്പോൾ ആ സമയത്തിന് വർഷ മോണിറ്റർ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, കണ്ടില്ലേ ആ പെണ്ണിൻ്റെ ഡയലോഗ് കണ്ടില്ലേ. വർഷ അവിടെ റെക്കോർഡറോട് പറയാണ്, ആ പെണ്ണിൻ്റെ ഡയലോഗ് കണ്ടില്ലേ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു. നാട്ടിൻപുറത്ത് ഒരു പെണ്ണ്, വർഷ പറയുക കേട്ടോ, നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നൊരു പെണ്ണ്, കാമുകം വന്നിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ഇവൾ എന്തിനാ ഇത്രയൊക്കെ ഡയലോഗ് പറയുന്നത്. അച്ഛന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു, അമ്മ പറയുന്ന ആളിനെ വിവാഹം കഴിക്കുള്ളൂ, എൻ്റെ അമ്മയാണ് എൻ്റെ സർവസ്വം, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ. വർഷ പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഉടനെ വർഷയുടെ അമ്മ ഇങ്ങനെ ആയി പോവുകയാണ്. അപ്പോൾ ഉടനെ ബാക്കി വർഷ പറയുകയാണ്, നമ്മൾ വിവാഹം കഴിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനാണ്, അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനൊന്നും അല്ല നമ്മൾ വിവാഹം കഴിക്കേണ്ടത്. നമ്മൾ വിവാഹം കഴിക്കേണ്ട ആളിനെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ്, അല്ലാതെ അച്ഛനോ അമ്മയോ പറയുന്ന ആളിനെ അല്ല നമ്മൾ വിവാഹം കഴിക്കേണ്ടത്. ഇവൾ എന്ത് ബുദ്ധൂസാണ്, ഇവൾ എന്തൊരു മണ്ടിയാണ്, ഇങ്ങനെയുള്ള ഒരുത്തിക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഡബ് ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും എന്താ ഇങ്ങനെ ആയിപ്പോവുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ റെക്കോർഡർ പറയുകയാണ്, ദേ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് എന്ന് പറയണേ. എൻ്റെ ഡാഡിയും മമ്മിയോ, അവർ വന്നോ, അവരങ്ങനെ സാധാരണ വരുന്നതല്ലല്ലോ. ദേ വന്നിട്ടുണ്ട്, ദേ ഇവിടെ നിൽപ്പുണ്ട്, വർഷയ്ക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നെന്നാണ് പറഞ്ഞത്.
ഓ അങ്ങനെയോ എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വർഷ പറയണ, ആഹാ ഡാഡി മമ്മി നിങ്ങൾ ആരും വരുന്നതല്ലല്ലോ, എന്ത് പറ്റി? ആ എൻ്റെ മോള് റെക്കോർഡ് ചെയ്യുന്നത് കാണാൻ നമുക്കും ആഗ്രഹം കാണില്ലേ, അതുകൊണ്ട് വന്നതാണ്. അത് നോണ, ഇത്രയും നാളായിട്ട് നിങ്ങളാരും വന്നിട്ടില്ലല്ലോ. അങ്ങനെ അല്ല മോളെ, ഇതിൻ്റെ അടുത്തൂടെ, അതായത് ഈ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോയുടെ അടുത്തൂടെ ഞങ്ങൾക്ക് ഒരിടത്ത് പോകണമായിരുന്നു. അപ്പോൾ പോയ സമയത്താണ് ഓർത്തത് മോള് ഒന്നും കഴിക്കാതെയല്ലേ രാവിലെ വന്നത്, അതുകൊണ്ട് മോൾക്ക് കഴിക്കാനായിട്ട് മോൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വർഷ റെക്കോർഡോട് പറയുകയാണ്, ദേ ഒരു 5 മിനിറ്റ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണപ്രിയയായ നമ്മുടെ വർഷ കൈയൊക്കെ കഴുകിയിട്ട് വരികയാണ്, ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ വർഷയുടെ മമ്മി പറയുകയാണ്, ഞാൻ കേട്ടായിരുന്നു നീ ഈ പറഞ്ഞതൊക്കെ, എന്താ വിവാഹം കഴിക്കുന്നതിന് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഇഷ്ടം എന്തിനാന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വർഷ ഇങ്ങനെ കേട്ടിട്ട് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് വർഷ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് എന്നിട്ട് തന്നെ വർഷ അങ്ങോട്ട് അമ്മയോട് ചോദിക്കണം, അല്ല ഡാഡി മമ്മി ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ ഉടനെ തന്നെ മമ്മി പറയണം, അത് നീ രാവിലെ ഒന്നും കഴിക്കാതെയല്ലേ വന്നത്, അപ്പോൾ ഇതിലേ പോയപ്പോൾ നിനക്ക് കഴിക്കാൻ കുറച്ച് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എൻ്റെ പൊന്നു മമ്മി, അതൊക്കെ ഇതേ അവിടെ ആ റെക്കോർഡറോട് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ അത് വിശ്വസിക്കും. എൻ്റെ ഡാഡിയെ മമ്മി എനിക്ക് നന്നായിട്ട് അറിയില്ലേ, നിങ്ങൾ എന്തായാലും എനിക്ക് ഫുഡ് തരാനൊന്നും വന്നതല്ല, നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഉടനെ വർഷയുടെ മമ്മി പറയാണ്, അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ, കാര്യം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. മമ്മിക്ക് ദേഷ്യം വരിക കേട്ടോ. നീ ആരുടെ കൂടെ അടി ഇന്ന് ബൈക്കിൽ ഒട്ടിപ്പിടിച്ച് പോകുന്നത് കണ്ടത് എന്ന് ഉടനെ നമ്മുടെ വർഷം ഇങ്ങനെ അന്തം വിടുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് കൈ ഇങ്ങനെ താത്തു വയ്ക്കുകയാണ്. അപ്പോൾ ഉടനെ മമ്മി കൂടെ ചോദിക്കുകയാണ്, ആരുടെ കൂടെ അടി നീ ഇന്ന് ബൈക്കിൽ കെട്ടിപ്പിടിച്ച് വരുന്നത്? ഞാനും നിൻ്റെ ഡാഡിയും കണ്ടായിരുന്നല്ലോ, ആരടി അവൻ? ഉടനെ നമ്മുടെ വർഷം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഭക്ഷണം അങ്ങ് ഇട്ട്, അതായിരുന്നോ കാര്യം? എനിക്ക് അപ്പോഴേ തോന്നി എന്തെങ്കിലും കാര്യമില്ലാതെ എനിക്കിതുപോലെ ഭക്ഷണമൊന്നും വാങ്ങിച്ചുകൊണ്ട് വരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ലേ നിങ്ങളെയൊക്കെ. അതെ, അത് ആരായിരുന്നാലും മമ്മിക്ക് എന്താ, അതെൻ്റെ ഇഷ്ടം. ഉടനെ തന്നെ മമ്മി പറയണ്, എന്താടി നീ പറഞ്ഞത്? ഞങ്ങൾക്കറിയണ്ടേ നീ ആരുടെ കൂടെയാണ് കറങ്ങി നടക്കുന്നതെന്ന്? അറിയേണ്ട ഒരു കാര്യമില്ല. മമ്മിയും ഡാഡിയും ആരെയെല്ലാം കാണുന്നു, ആരുടെ കൂടെ എല്ലാം സംസാരിക്കുകയും മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ആരുടെടുത്തെങ്കിലും വന്നിട്ട് നിങ്ങൾ ആരുടെ കൂടെയാണ് മിണ്ടിയത്, ആരുടെ കൂടെയാണ് പോയതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് എൻ്റെ സ്വാതന്ത്ര്യം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ വർഷയുടെ മമ്മി പറയുകയാണ്, ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ, നിനക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഇതൊന്നും വളർത്തിയില്ല, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. പെൺകുട്ടികൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം നൽകരുതെന്ന് പറയുന്നതേ സത്യമായ കാര്യമാണ്. നിനക്ക് ഇത്രയും സ്വാതന്ത്ര്യം തന്ന് വളർത്തിയത് കൊണ്ടാണ് നിനക്ക് ഇത്രയും നെളിപ്പ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വർഷ പറയണേ, എനിക്ക് ആര് സ്വാതന്ത്ര്യം തന്നു എന്നാണ് പറയുന്നത്? എൻ്റെ സ്വാതന്ത്ര്യം അത് ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തുന്നതാണ്, ഞാൻ എടുക്കുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യം, അല്ലാതെ നിങ്ങളുടെ ആരുടെയും ദാനമല്ല എനിക്ക് സ്വാതന്ത്ര്യം. എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ വകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ ഡാഡി പറയണേ, എൻ്റെ മഹിമയെ ഒന്ന് മിണ്ടാതിരിക്കുക, മോളത് കഴിക്കട്ടെ, മോളത് കഴിക്കേ. എനിക്ക് വേണ്ട, എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ എന്തിനാണ് വന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും കൂടുതൽ ഇനി ആരും പറയണ്ട, നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയണ വർഷ. അപ്പോൾ ആ സമയത്ത് വർഷയുടെ മമ്മി പറയണേ, ഏതവനാടിയത്? ഏതവനായാലും മമ്മിക്കെന്താ, അതൊക്കെ എൻ്റെ ഇഷ്ടം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ഡാഡി പറയണ, മഹിമേ മിണ്ടരുത്, മോള് ഡാഡിയോട് പറ, ആരാ അവൻ എന്നിങ്ങനെ സമാധാനമായിട്ട് ചോദിക്കുകയാണ് ഡാഡി. അപ്പോൾ അപ്പോൾ നമ്മുടെ വർഷ പറയണം, ഡാഡി അതെൻ്റെ ഫ്രണ്ടാണ് ഡാഡി, പേര് ശ്രീകാന്ത്. അവൻ എന്താ ചെയ്യുന്നത്? അവൻ എന്ത് ചെയ്യുന്നതെന്നൊക്കെ ഇപ്പോൾ ഡാഡി എന്തിനാ അറിയുന്നത്? അങ്ങനെ അല്ലല്ലോ മോളെ. അതെ ഡാഡി, അവൻ എന്തായാലും നിങ്ങൾക്കാർക്കും ഒന്നുമില്ലല്ലോ, അയാളുടെ പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കൂടുതലായിട്ട് ആരും ഒന്നും അറിയാൻ നിൽക്കണ്ട. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വർഷയുടെ ഡാഡി ചോദിക്കുകയാണ്, മോളെ ഇന്നത്തെ കാലത്തുള്ള മനുഷ്യരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മോളെ, അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ മോളുടെ പാരൻസ് അല്ലേ നമ്മൾ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷമം നമുക്ക് കാണില്ലേ. അപ്പോൾ ഉടനെ വർഷ പറയണ, ഡാഡി വിചാരിക്കുന്ന കണക്ക് അങ്ങനെ മോശക്കാരൻ പയ്യനൊന്നും അല്ല അവൻ. പിന്നെ എൻ്റെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ സ്കൂട്ടി ഇന്ന് വഴിയിൽ വെച്ച് നിന്ന് പോയി. അപ്പോൾ അത് മെക്കാനിക്കിനെ ഏൽപ്പിച്ചിട്ട് അത് റെഡിയാക്കി കൊണ്ടുവരാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ശ്രീകാന്തിനെ വിളിച്ചത്. അങ്ങനെ അവനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി തന്നത്. അപ്പോൾ ഉടനെ തന്നെ വർഷയുടെ മമ്മി പറയണം, എങ്കിൽ നിനക്കൊരു ടാക്സി വിളിച്ച് വന്നുവിടായിരുന്നാടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് വർഷയോട് ചോദിക്കുകയാണ്,
നാട്ടുകാർ കണ്ട എന്ത് പറയൂടി നീ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വരുന്നത് കണ്ടാൽ? ഉടനെ തന്നെ നമ്മുടെ വർഷ പറയാണ്, നാട്ടുകാർ കണ്ടാലേ എന്ത് വിചാരിക്കുമെന്നേ പോയി നാട്ടുകാരുടെ അടുത്ത് മമ്മി ചോദിക്ക്, എന്നോട് ചോദിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ ആകെ തട്ടിന് മുട്ടായിട്ട് പറയുകയാണ്. എന്നിട്ട് മമ്മിയോട് പിണങ്ങി വർഷ ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മമ്മി വർഷയെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ബലമായിട്ട് ഇങ്ങനെ പിടിക്കുകയാണ്. പിടിക്കുമ്പോൾ നമ്മുടെ വർഷ കൈ അങ്ങ് വെട്ടിച്ച് കളയുകയാണ്. എന്നിട്ട് പറയുന്നത്, ദേ മമ്മി എൻ്റെ അടുത്ത് കൂടുതൽ വരരുത് കേട്ടോ, എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വർഷയുടെ ഡാഡി മമ്മിയെ സമാധാനിപ്പിക്കുകയാണ്. എൻ്റെ മഹിമേ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഡാഡി പറയണത്, മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ വർഷ തിരിഞ്ഞു നിന്നിട്ട് പറയണത്, വേണ്ട ഡാഡി, ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ പോലും നിങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ബാധ്യത എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് വർഷ ഒരു പോക്കങ്ങ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വർഷയുടെ മമ്മിയെ നമ്മുടെ വർഷയുടെ ഡാഡി സമാധാനിപ്പിക്കുകയാണ്. മഹിമേ നീ ഈ കാര്യത്തിനൊന്നും ആവശ്യമില്ലാതെ ബഹളം വയ്ക്കാനൊന്നും നിൽക്കേണ്ട. ഇന്നത്തെ കാലത്തെ കുട്ടികളുണ്ടല്ലോ, അവർ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. നമുക്ക് ഒരു നയത്തിനൊക്കെ അവരോട് സംസാരിക്കാൻ പറ്റൂ, നീ എന്തിനാ ഇങ്ങനെ വഴക്കൂടുന്നതൊക്കെ സംസാരിക്കാൻ പോയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷയുടെ മമ്മിയെ ഡാഡി സമാധാനിപ്പിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ എൻ്റെ പൊന്നോ, ഒരു 1.5 കലാപരിപാടികളാണ് നമ്മുടെ ചന്ദ്രാലയത്തിൽ അരങ്ങേറാനായിട്ട് പോകുന്നത്. ചന്ദ്രമതി അമ്മ ചുരിദാറൊക്കെ ഇട്ട് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് വന്ന് നിൽക്കുകയാണ്. പലാസ പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഒപ്പം നമ്മുടെ മരുമകളായ ശ്രുതിയുണ്ട്. ശ്രുതി യോഗ ക്ലാസ് ആണ് ഇന്ന്. ഇന്നലെ ഡാൻസ് ആയിരുന്നു, തിത്തിഗിതൈ. ഇന്ന് അതല്ല, ഇന്ന് യോഗയാണ് വിഷയം. യോഗ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, അമ്മയോട് പറയണം, അമ്മേ ഇന്ന് നമ്മൾ യോഗയാണ് ചെയ്യാൻ പോകുന്നത്. അയ്യോ മോളെ, എനിക്ക് യോഗയൊന്നും അറിയില്ല മോളെ. എൻ്റെ അമ്മേ, എൻ്റെ ആൻറ്റിക്ക് യോഗ അറിയില്ലെങ്കിൽ എന്താ, എനിക്കറിയാലോ, ഞാൻ ആൻറ്റിയെ പഠിപ്പിച്ചു തരാം. അയ്യോടാ എൻ്റെ പൊന്നു മരുമോളെ, എൻ്റെ പൊന്നു മോക്ക് ഈ ലോകത്ത് അറിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ എന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണം, അതെ ആൻറ്റി, ഞാൻ പറയുന്ന കണക്ക് ആൻറ്റി അങ്ങ് കേട്ടാൽ മതി, ഇതിലൊന്നും അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ദേ എല്ലാം ഞാൻ പറഞ്ഞു തരുന്ന അതുപോലെ അങ്ങ് ചെയ്യണം കേട്ടോ എന്നിങ്ങനെ പറയണം. അതെ, ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നന്നായിട്ട് ഡാൻസ് കളിച്ചു. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിയുടെ ദേഹം മുഴുവൻ നല്ല വേദനയല്ലേ, ആ വേദനയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടേ യോഗ ചെയ്യുന്നത് ഏറ്റവും അടിപൊളിയാണ്, ഞാൻ പറയുന്ന കണക്ക് ചെയ്താൽ മതി എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയണേ, എങ്ങനെയാ മോളെ ഒന്ന് പറയേ. ആൻറ്റി ആദ്യം ദേ ഇങ്ങനെ തൊഴുവണം. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ തൊഴുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, അതെ ദേ ഇതുപോലെ കൈ രണ്ടും മേലോട്ട് എടുത്ത് ദേ ഇങ്ങനെ തൊഴുവണം. ഇരു കൈകളും എന്നിട്ട് താഴേക്ക് വെച്ച് തറയിൽ തൊടണം. എന്നിട്ട് ആദ്യം ഒരു കാല് തറയിൽ തൊടണം, അതിനുശേഷം അടുത്ത കാലും തറയിൽ തൊടണം. എന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്, മുട്ടൊക്കെ കുത്തിയിരുന്നൊക്കെ കാണിക്കുകയാണ്. അതൊക്കെ ഇനി പറയുന്നത് എങ്ങനെ. അപ്പോഴുടനെ നമ്മുടെ ചന്ദ്രമതി അതുപോലെ മുട്ടൊക്കെ കുത്തി ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു കാല് വലിച്ച് മേലോട്ട് വെച്ചിട്ട് മറ്റേ കാല് ബാക്കിലോട്ട് വലിച്ചിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കും. മക്കളേ എന്ന് പറഞ്ഞ് മറിഞ്ഞടിച്ച് വീഴാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് എണീക്കാൻ പറ്റുന്നില്ല, വീണ പൊസിഷനിൽ തന്നെ പുള്ളിക്കാരത്തി നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണം, അയ്യോ ആൻറ്റി കിടക്കാനല്ല പറഞ്ഞത്, ആൻറ്റി എഴുന്നേക്ക്, ഒരു കാല് വലിച്ചു വെച്ചിട്ട് ഇരിക്ക് എന്നിങ്ങനെ പറയുകയാണ്. ഉടനെ ചന്ദ്രമതി പറയണം, അയ്യോ പറ്റുന്നില്ല മോളെ, എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ലടി എന്നിങ്ങനെ പറയണം. എൻ്റെ ആൻറ്റി ഞാൻ പറഞ്ഞു തരാം, ആൻറ്റി ഞാൻ പറയുന്ന കണക്കങ്ങ് ചെയ്താൽ മതി, ഇത് ഈസി ആൻറ്റി, ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും, പിന്നെ ആകുമ്പോൾ എല്ലാം റെഡി ആയിട്ട് വരും, ആൻറ്റി കണ്ടോ, ആൻറ്റിയെ കൊണ്ട് അടിപൊളിയായിട്ട് പറ്റും എന്നൊക്കെ പറയാണ്. ആൻറ്റി ഞാൻ പറയുന്ന കണക്ക് കേൾക്ക്, വലത് കാല് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ബാലൻസ് ചെയ്തിട്ട് നിവർന്ന് നിന്നിട്ട് പുറകോട്ട് ബെൻഡ് ചെയ്തിട്ട് ആദ്യത്തെ പൊസിഷനിലേക്ക് ആൻറ്റി നിൽക്കണം. ഇങ്ങനെ ചെയ്താലേ ശരീരവേദന മാറൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ കുറേ നേരം അങ്ങനെ യോഗയ്ക്കായിട്ട് സമയമൊക്കെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. പുള്ളിക്കാരൻ്റെ തോളിലൊരു ബാഗൊക്കെ ഉണ്ട്, പുള്ളിക്കാരൻ പുറത്തേക്ക് പോകാനായിട്ടുള്ള വരവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്തൊരു ചന്ദ്രേ, എന്ത് കൂത്തായി കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതെന്തിന് ഓരോ ദിവസം ഓരോ കൂത്താ, ഇന്നലെ ആട്ടമായിരുന്നല്ലോ, ഇന്നതാ ഇത് എന്തായി കാണിക്കുന്നത്. ഉടനെ ചന്ദ്രമതി പറയണം, നിങ്ങൾക്ക് എന്താ കണ്ടാലറിയില്ലേ, ഇത് യോഗ ചെയ്യാണ്. യോഗയോ?
ഇന്നലെ ഞങ്ങൾ ഡാൻസ് കാണിച്ചില്ലായിരുന്നോ? അപ്പോൾ ഡാൻസ് കളിച്ചപ്പോഴത്തേക്ക് ശരീരം മുഴുവനും ഭയങ്കര വേദന. ഡാൻസ് ഓ ഓ ഓ ഓ എന്തോ ഇന്നലെ കളിച്ചായിരുന്നു. പറ. അങ്ങനെ ശരീരം മുഴുവൻ നൊന്തതുകൊണ്ടേ ഇന്ന് യോഗാസനം ചെയ്യാമെന്ന് മോള് പറഞ്ഞു. ഓഹോ ആസനം അല്ലേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അതെ. അപ്പോൾ ആസനം ചെയ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതി പറയാണ്, ഇതേ ഇങ്ങനെ യോഗാസനം ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പേശികളും നല്ല ഇതാവും. അപ്പോഴത്തേക്കുണ്ടല്ലോ ഈ ശരീരവേദന മുഴുവനും മാറുമെന്ന് ദേ മോള് പറഞ്ഞിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, എൻ്റെ ചന്ദ്രേ, വയസ്സറിയാതെ ഇങ്ങനെ തുള്ളാൻ നിന്നാലുണ്ടല്ലോ അവസാനം ഈ നടുവും ഇടിച്ച് എവിടെയെങ്കിലും വീണ് കിടക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണ, നിങ്ങളെപ്പോലുള്ള ഒരുത്തനെ വിവാഹം കഴിച്ചത് കാരണേ എൻ്റെ പ്രതിഭ മുഴുവനും മങ്ങിപ്പോയി. എൻ്റെ ഈ മരുമകളുണ്ടല്ലോ, ഇവൾ എൻ്റെ പ്രതിഭ വെളിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ അതിന് ഇടങ്കോലിടാനായിട്ട് വന്ന് നിൽക്കുകയാണോ മനുഷ്യ? അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണം, എൻ്റെ ചന്ദ്രേ, ഞാൻ നിൻ്റെ പ്രതിഭയൊന്നും ഇടങ്കോലിടുന്നില്ല. പക്ഷേ നീ ഇതൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നിൻ്റെ പ്രായവും കൂടി ഇടയ്ക്കൊന്ന് ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നേ എനിക്കൊരു പ്രോത്സാഹനവും തരണ്ട, ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളെങ്കിലും പറയാതിരുന്നൂടെ? അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, എന്നാലേ ഞാനൊരു വാക്കും പറയാനില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഇതൊക്കെ ചെയ്തിട്ട് നടുപിടിച്ച് വീണിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നും പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ചന്ദ്രേ നീ എൻ്റെ സ്വഭാവം മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ പോവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, അതെ നിങ്ങൾ പോകുന്നെങ്കിലേ ആ രേവതിയോടെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ. അത് ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയണം, എന്താ ആൻറ്റി ഇങ്ങനെ തന്നെ നിൽക്കുന്നത്? ആൻറ്റി ഇങ്ങനെ ചെയ്യണം. എൻ്റെ മോളെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല മോളെ. എൻ്റെ ആൻറ്റി അങ്ങനെ ചെയ്യാൻ ആൻറ്റിയെ കൊണ്ട് പറ്റും. ആദ്യം കുറച്ച് പാട് കാണുമെന്നേ ഉള്ളൂ, പിന്നെ ആകുമ്പോൾ എല്ലാം റെഡി ആയിക്കോളും. എനിക്കറിയാം ആൻറ്റിയെ കൊണ്ട് പറ്റും. ആൻറ്റിയെ കണക്കൊരു സ്മാർട്ട് പെൺകുട്ടി, സ്മാർട്ട് മദർ ലോകത്ത് വേറെ കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുകഴ്ത്തി കൊടുക്കുകയാണ് കുറേശ്ശെയായിട്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വീണ്ടും അവിടെ അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങ് പുറത്ത് വരികയാണ്. പുറത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ രേവതി മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണ, മോളെ അവിടെ ചന്ദ്ര തിരക്കുന്നു. എന്തിനായിരിക്കും അച്ഛാ, എന്തിനാ അമ്മ തിരക്കുന്നത്? എൻ്റെ മോളെ അവിടെ യോഗാസനമൊക്കെ നടക്കുന്നു. യോഗാസനോ? ഇന്നലെ ഡാൻസ് കളിച്ചില്ലേ, അപ്പോഴ് ദേഹം നോവാതിരിക്കാൻ വേണ്ടിയിട്ടേ, ഇന്നലത്തെ ദേഹം നൊമ്പലം മാറ്റാൻ വേണ്ടിയിട്ടേ അവിടെ യോഗാസനമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ആവി പിടിക്കാനോ ചൂട് പിടിക്കാനോ എങ്ങനെയോ ആണോ എന്നോട് ചെല്ലാൻ പറഞ്ഞത്? അതിനൊന്നും ആയിരിക്കില്ല മോളെന്തായാലും അങ്ങോട്ട് ചെല്ല്, ഇനി അല്ലെങ്കിൽ പിന്നെ അതിനായിരിക്കും. ഞാൻ ചെല്ലാം അച്ഛാ. അച്ഛന് ചായ എന്തെങ്കിലും വേണോ? എനിക്ക് ചായയൊന്നും വേണ്ട മോളെ, ഇന്ന് കുറച്ച് അലച്ചിലും കാര്യങ്ങളൊക്കെയാണ്, വക്കീലിനെ ഒന്ന് കാണണം, പാർട്ടി ഓഫീസിൽ പോകണം, അങ്ങനെയൊക്കെ കുറേ കാര്യമായിട്ട് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതി അങ്ങ് അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ശ്രുതി നമ്മുടെ ചന്ദ്രമതിയോട് പറയാണ്, ആൻറ്റി ഇങ്ങനെ വെച്ച് ഒരു മൂക്ക് ഇങ്ങനെ പൊത്തി വെക്കണം, ഒരു വശം മാത്രമായിട്ട്, എന്നിട്ട് ശ്വാസം ഇങ്ങനെ മെല്ലെ അകത്തോട്ട് വലിക്കണം. അതെന്താ മോളെ? ഇത് ശ്വസനക്രിയയാണ്. ഇനി നമ്മൾ ശ്വസനക്രിയയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയാണ്, എൻ്റെ മോളെ അതൊക്കെ വേണോ ആൻറ്റി? അതൊക്കെ വേണോ ആൻറ്റി? അത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പം തന്നെ നമ്മുടെ ഇങ്ങനെ ഇങ്ങോട്ടാണ് നമ്മുടെ ശ്രുതി പിടിക്കുന്നത്, പക്ഷേ എങ്ങനെയാണ് പിടിക്കുന്നത് നമ്മുടെ ശ്രുതി. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി കൈയൊക്കെ പിടിച്ചിങ്ങനെ കറക്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ പിടിച്ച് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ശ്വാസം ഇങ്ങനെ മേലോട്ട് വലിക്കാൻ പറയുകയാണ്. പക്ഷേ ചന്ദ്രമതി ഇങ്ങനെ മേലോട്ട് വലിച്ചിട്ട് ശ്വാസം താഴോട്ട് വിടുന്നില്ല. അങ്ങനെ ചന്ദ്രമതി ശ്വാസം മുട്ടി ഇങ്ങനെ കിടന്ന് പിടയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നു. അപ്പോൾ ചോദിക്കണം, അയ്യോ ആൻറ്റിക്ക് എന്താ പറ്റിയത്? ശ്വാസം എന്ന് പറഞ്ഞിട്ട്, ആൻറ്റി ശ്വാസം താഴേക്ക് വിട്, എന്തിനാ ഈ വലിച്ച് മേലോട്ട് കൊണ്ടുപോകുന്നത്? മേലോട്ട് വലിച്ചിട്ട് അത് തിരിച്ച് താഴേക്ക് വിടണ്ടേ? അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ശ്വാസം തിരിച്ച് താഴേക്കൊക്കെ വിട്ട് കളയുകയാണ്. അങ്ങനെ ചന്ദ്രമതി പറയണേ, എൻ്റെ മോളെ എന്നെ കൊണ്ട് പറ്റൂല മോളെ, ഇതെനിക്ക് ചെയ്യാൻ പറ്റൂല. ആൻറ്റി പറ്റും, നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ചെയ്യാം, നമുക്ക് ടെറസിൽ പോയിരുന്ന് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. രേവതി ചോദിക്കണേ, എന്താ ഇവിടെ നടക്കുന്നത്? എന്താ? അപ്പോൾ ഉടനെ പറയണേ, എന്താണെങ്കിലും നിനക്കെന്താടി? അമ്മ എന്നെ എന്തിനാണ് വിളിച്ചത്? നീ പോയിട്ടേ എനിക്കൊരു കോഫി എടുത്തിട്ട് വാ. അയ്യോ അമ്മേ,
അങ്ങനെയല്ല, അയ്യോ ആൻറ്റി വേണ്ട, കോഫി കുടിക്കരുത്, ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ, യോഗ ചെയ്യുമ്പോൾ കോഫി ഒന്നും കുടിക്കാൻ പാടില്ല, അതുകൊണ്ട് ആൻറ്റി ഇപ്പോൾ ഒന്നും കുടിക്കണ്ട. അയ്യോ മോളെ, ഇത്തവണത്തേക്കെങ്കിലും എനിക്കൊരു കോഫി കിട്ടിയേ പറ്റൂ, എൻ്റെ ശരീരം മുഴുവനും വേദനിക്കുകയാണ്. എങ്കിൽ ഇപ്പോഴത്തേക്കൊരു കോഫി ആവാം. രേവതി നല്ല സ്ട്രോങ് ആയിട്ടൊരു കോഫി ഇട്ടുകൊണ്ട് വാ. അപ്പോൾ രേവതി പറയണത് ദേ വരുന്ന അമ്മയെന്ന് പറഞ്ഞിട്ട് രേവതി പോവുകയാണ്. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, ഈ യോഗ ചെയ്യുന്ന മാറ്റൊക്കെ രണ്ടുപേരും കൂടി ചുരുട്ടി കയ്യിലെടുത്തുകൊണ്ട് ടെറസിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ശ്രീകാന്ത് വർഷയുടെ അടുത്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് ഇവർ അങ്ങോട്ട് വരുന്നത് കാണുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നത് എങ്കിൽ ശരി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്താടാ നീ ഇവിടെ ആരോടാ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്? അമ്മേ ആരോടും അല്ല, അതിൻ്റെ ഒരു ഫ്രണ്ടിനോടാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണേ, ഇതെന്താ അമ്മേ കയ്യിൽ ഇതൊക്കെ ആയിട്ട്? അതെ, ഞങ്ങളിവിടെ യോഗ ചെയ്യാനായിട്ട് പോവുകയാണ്. യോഗേ? അമ്മയോ? എന്താടാ എനിക്ക് യോഗ ചെയ്താൽ പറ്റില്ലേ? എടാ, ഞാൻ നല്ലൊരു നർത്തകിയായിരുന്നു. നിന്റെ അച്ഛൻ്റെ കൂടെ കൂടി എൻ്റെ പ്രതിഭ നശിച്ചു. എൻ്റെ ശ്രുതിമോളുണ്ടല്ലോ, എന്നെ യോഗ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അല്ല ഏട്ടത്തിക്ക് യോഗയൊക്കെ ചെയ്യാൻ അറിയാമോ? അപ്പോൾ ശ്രുതി പറയണം, കുറച്ചൊക്കെ അറിയാം. എന്താ ശ്രീ കൂടുന്നുണ്ടോ? അയ്യോ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രീ താഴേക്ക് പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. യോഗ ശ്വസനക്രിയ തന്നെ അവിടെ ഇരുന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവരതങ്ങനെ ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ്. ചന്ദ്രമതിയെ കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചായയും കൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ തറയിൽ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ രേവതി തലയും കുത്തി നിൽക്കുന്നതായിട്ടൊക്കെ തോന്നുകയാണ് നമ്മുടെ ചന്ദ്രമതിക്ക്. ചന്ദ്രമതി ചോദിക്കുകയാണ്, എടീ നീ എന്തിനാണ് ഈ തലയും കുത്തി നിൽക്കുന്നത്? അപ്പോൾ ഉടനെ ശ്രുതി പറയണം, ആൻറ്റി നേരെ കിടന്നിട്ട് നോക്കാൻറ്റി. ഉടനെ നമ്മുടെ ചന്ദ്രമതി നോക്കുമ്പോഴത്തേക്ക് നേരെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ചമ്മി പോവുകയാണ്. അങ്ങനെ വീണ്ടും അവിടെ ഇരുന്ന് ശ്വസന ഭാവങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയണ, അമ്മേ ഈ ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ചായ മേടിക്കുകയാണ്. എന്നിട്ട് രേവതിയെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയണ, പോവാൻ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ രേവതി ഇങ്ങനെ വിഷമിച്ചിട്ട് പോകാനായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആ ചായ എടുത്ത് വായിൽ കൊള്ളുന്നതും അതേ സ്പീഡിൽ തന്നെ തുപ്പിക്കളയുകയാണ്. എന്നിട്ട് നമ്മുടെ രേവതിയെ തുറച്ച് നോക്കുകയാണ്. അത് എന്തിനാണെന്ന് അറിയില്ല. അതേക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ ചന്ദ്രമതിയുടെ ഈ മുതുകൂത്താട്ടത്തോട് നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു എന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.